അല്ലാതെ വേറെ എന്താന്നൊക്കെ ഇവരെ ഏതായാലും ചോറൊക്കെ കഴിച്ച് പായസം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എന്തേപ്പ അങ്ങനെ പെട്ടെന്ന് നേർച്ചാക്കിയെന്ന് വെച്ചു. അതില് പെണ്ണറിഞ്ഞു, ഒന്നും ഉണ്ടായിട്ടല്ല, ഇബിലീസിന് ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ നേർച്ചാക്കീന്. അത് വീട് കിട്ടാത്തോണ്ട് ഞാൻ നമ്മളെ മൊല്ലാക്കനോട് പോയി ചോദിച്ചു. മൊല്ലാക്കനോട് പറഞ്ഞു, ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്ന് പുറത്തു പോണ ആളെന്നെയാണ് ഇബിലീസ്, അത് ആദ്യം പുറത്തു വന്ന നിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചോറെന്നാണ്. അതിലാണ് കഴിച്ച ചോറൊക്കെ പുറത്തേക്ക് തന്നെ വന്നത്. ഏതായാലും ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരൊന്നും അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാണ്. അത് ആരിമിന്റെ വർത്താനത്തോട് മനസ്സിലായി. പള്ളി അല്ല, നിങ്ങൾ എന്താ ചിരിക്കുന്നത്? എനിക്ക് അങ്ങനെ മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു അതുകൊണ്ട് സമയത്ത് പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാനുള്ള ഒരു യോഗ്യത നമുക്ക് തരട്ടെ. അതൊരു യോഗ്യതയാണ്. ഹയ്യാല സ്വലാ എന്നാണ് പറയുമ്പോ അങ്ങോട്ട് കയറിയിട്ട് ഒന്ന് നിസ്കരിക്കുക. അതൊക്കെയാണ് പക്വത, യോഗ്യത. ഭാവിയിൽ വരുന്ന കാര്യത്തെ പേടിയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് ഉറപ്പാണ്. ഇല്ലേ? അത് തീരുമാനമായിട്ടില്ലേ? അതിന് വേറെ ആൾ വരണോ? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പല്ലേ? പൊട്ടെന്ന് രാത്രി മരിക്കൂല എന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അതിനാണ്ട് ഒരുങ്ങല്ലോ വേണ്ട. ഞമ്മൾ ഒരു ഗൾഫിലൊക്കെ പോകാൻ തീരുമാനിച്ച എത്ര നേരത്തെ ഒരുക്കം തുടങ്ങും നമ്മള്? ആ ഗൾഫ് പോക്ക് മുടങ്ങിക്കൂടെ? ടിക്കറ്റ് മിസ്സാവാ, അല്ലെങ്കിൽ അതിന്റെ മുമ്പേ മരിച്ചോവാ, അല്ലെങ്കിൽ അറബി വേണ്ടാന്ന് വെച്ചു. എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടായി. ഓന്റെ കാക്ക അവിടുന്ന് അറബിന് സോപ്പിട്ടിട്ട് ഒരു വീസൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അറബി ഇവിടുന്ന് കയറാൻ നേരത്തെ പറഞ്ഞു ഓന്റെ ഫോട്ടോ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ ഫോട്ടോ അറബിന്റെ മൊബൈൽ കാഴ്ച കൊടുത്തു. ഇവനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൊബൈലും അതുപോലെ മുടി കട്ടിങ് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇവനിങ്ങനെ നടുവിലൊക്കെ മുടിക്കെട്ടിട്ട് ഇടയിലൊക്കെ വരഞ്ഞും കണ്ട് ഇങ്ങനെ പാമ്പോയ കുറവന്റെ അരി ഇളിച്ചിങ്ങനെ നിൽക്കുക. ഇത് അറബി ഇങ്ങനെ കണ്ട പറഞ്ഞു, ഓ അപ്പോഴും നാട്ടിൽ കുടുങ്ങിക്കാണ്. അതിന് കാരണം മുടി ഇങ്ങനെ കെട്ടില്ല. അപ്പൊ അങ്ങനെ അറബി വേണ്ടാന്ന് വെച്ചിട്ട് മുടങ്ങാം. പക്ഷേ ഖബർക്ക് പോണ യാത്ര മുടങ്ങൂലല്ലോ. അത് മുടങ്ങോ? അത് ഫോട്ടോ കണ്ടിട്ട് അസ്രായേൽ വേണ്ട നോക്കോ? മയ്യത്ത് കെട്ടിലാവുന്ന ഫ്ലൈറ്റ് മുടങ്ങോ? ടിക്കറ്റ് ആവുന്ന പിന്നെ റൂഹിനെ പിടിക്കൽ മിസ്സാവോ? അത് ആ സമയത്ത് അങ്ങോട്ട് നടക്കും. ഇന്ന് രാത്രിയാണ് അള്ള കണക്കാക്കിക്കണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആയിരിക്കും. രോഗം വേണ്ട, പ്രായം വേണ്ട, പിന്നെ കണക്കാക്കിയ സമയമായാലും അവിടെ ചെന്ന് മരിക്കും. അങ്ങനെ മരിക്കുമ്പോഴേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ചിരിയും കളിയും സന്തോഷാധ്വാനൊക്കെ അവിടെ ചിരിക്കാനുള്ള കാരണമാവണം. ഭൂമിക്ക് നമ്മൾ വന്നപ്പോ തന്നെ കരഞ്ഞോണ്ടാ വന്നത് അല്ലേ? നിങ്ങൾ ഇരിച്ചോണ്ട കരഞ്ഞോണ്ടല്ലേ? നമ്മൾ കരഞ്ഞിങ്ങനെ വരികയാണ്. അപ്പൊ മറ്റവരൊക്കെ ചിരിക്കാണ്. നമ്മൾ കരയുമ്പോ ഉമ്മ ചിരിക്ക, അമ്മായിമ്മ ചിരിക്ക, എല്ലാരും ചിരിക്ക. അന്തല്ലാത്ത ചില തള്ളാരും കുട്ടീനെ നുള്ളിയിട്ടാരും കള്ളാൻ, പിന്നെ ആ കുട്ടി കള്ളൻ തന്നെയാണ്. അങ്ങനെ കുന്നംകുളത്ത് ഒരാള് കള്ളനായി. ഈ ഉമ്മാക്ക് അന്തല്ലല്ലോ, ബാങ്ക് കൊടുക്കാനൊന്നും കുട്ടിക്ക് അപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. ഒരു പെണ്ണ് സമയം തെറ്റിയിട്ട് പ്രസവിച്ചു. 12 മണിക്ക് പ്രസവിക്കുന്ന ഡോക്ടർമാര് പറഞ്ഞത് അമ്മാര് വിഴുങ്ങുന്ന ആൾക്കാരെന്നെ വിഡ്ഢികളാ അല്ലേ? അപ്പൊ ഏതായാലും ഡോക്ടർ 12 മണിക്ക് പ്രസവിക്കുന്ന 12:10 ആയപ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ തുടങ്ങി അളക്കോ. ഡോക്ടറെ തല്ലപ്പെട്ട ഡോക്ടറെ 12 മണി നാളെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മെൻസസ് ബ്ലോക്കായ ഡേറ്റ് അനുസരിച്ചാ പറഞ്ഞായിരുന്നു. ഇവിടെ പേച്ച അവിടെയും പേക്കും. അല്ലാതെ അവർ ഔലിയാക്കളായതുകൊണ്ടല്ല, അവർ അവലും പോയി നിന്ന ആൾക്കാരാ. അവലെ കലാമത്തല്ലത്. ഓലെ നമ്മളോട് ചോദിക്കും ലാസ്റ്റ് മെൻസസ് ഉണ്ടായിരുന്നാണ്, ആ ഡേറ്റ് നമ്മളാണ് പറഞ്ഞു കൊടുത്തത്. അതിനനുസരിച്ച് ഇവരെ മനക്കണക്കിൽ ഇങ്ങനെ കണക്കൂട്ടും. ഇത് കേട്ടാ നമ്മളായിരിക്കും ഔലിയാക്കളിൽ പെട്ട ഡോക്ടർ ഇട്ടോ. ഡോക്ടർ ഔലിയാക്കളിൽ പെട്ടല്ല, മനക്കണക്ക് പറയണ ആള്. അത് നമ്മളടുത്ത് പറഞ്ഞേ വെച്ച ആളെ ഡേറ്റും വെക്കും. എന്നിട്ടാ 12 മണിക്ക് പ്രസവിക്കായിട്ട് 12:10 ആയപ്പോഴേക്ക് അങ്ങനെ അന്ന് തന്നെ പ്രസവിച്ചില്ല. പിറ്റേന്ന് ഇങ്ങനെ കുട്ടി പ്രസവിച്ചപ്പോ വല്യമ്മ അവിടെ പ്രസവിക്കപ്പെട്ട കുട്ടീനെ ഇങ്ങനെ തൊട്ടിട്ട് വല്യമ്മ ഒരു ബാങ്ക് കൊടുത്ത എത്ര നന്ന് അല്ല? നിങ്ങൾ നോക്കി, നമ്മളൊരു സംസ്കാരം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ മുഹറത്തിന് ഒരാള് മാസദം ഓലന്റെ അടയിൽ കൂടെ കണ്ട്, നമ്മളെ തെങ്ങിന്റെ പട്ടന്റെ അടയിൽ കൂടി, അതില് വിളിച്ചിട്ട് ഉസ്താദേ എന്താ അലാക്കാ വരികയെന്ന് അറിയില്ല. എന്തെന്ന് വെച്ചു, ഞാൻ ഓലന്റെ പട്ടന്റെ അടയിൽ കൂടി മാസം കണ്ടു. സുബീസ് കഴിച്ചിട്ടില്ല, അത് അലാക്കൊന്നുമല്ല. ഓലന്റെ പട്ടന്റെ അടയിൽ കൂടി മാസം കണ്ട് എന്ത് അലാക്കാന്ന് ഒരലാക്കില്ല. ഓലന്റെ അടയിൽ കൂടി ആ ഓലയും കൂടി കണ്ടു എന്നല്ലാതെ വേറെന്താ? ഓലയും മാസം കൂടി ഒപ്പം കണ്ട എന്റെ ഇതിൽ കുറച്ചും കൂടി ഗുണം കിട്ടി. കാരണം തേങ്ങയും കൂടി കാണാൻ പറ്റി. ഇത് വെറുതെ ഓരോന്നങ്ങോട്ട് ഉണ്ടാക്കന്നെ. അല്ലെങ്കിൽ ഒരാളിങ്ങനെ പാടത്തുകൂടി നടന്നു പോണ്, അല്ലെങ്കിൽ കിണറ്റൊക്കെ പാളി നോക്കി. അപ്പൊ മാസം കിണറ്റില് ഉസ്താദേ എന്റെ മോ മറ്റന്നാൾ അല്ല അബുദാബി പോണേ. എന്നിട്ട് എന്തേ അല്ല ഇന്ന് ഞാൻ കിണറ്റിന് മാസം കണ്ടു. കിണറ്റില് മാസം കണ്ട എന്താ മേലുള്ളത് കിണറ്റിലും കൂടി കണ്ടു എന്നല്ല. ഇതൊക്കെ ഇങ്ങനെ കുറെ പെരുപ്പിച്ച് പറയാം. അല്ലെങ്കിലോ അല്ലെങ്കിൽ പരക്ക് കട്ടിൽ വെക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ മോതിരണ്ട് കട്ടിലിന്റെ അടിയിൽ വെക്കുക. അതഥവാ വെക്കാതെ വാതിൽ വെച്ചാ പിന്നെ ഇനി എന്തൊക്കെ അലാക്കപ്പൊരക്ക് വരാന്നറിയില്ല, മോതിരം വെക്കാൻ മറന്നു, ബിസ്മി എല്ലാം മറന്നു എന്ന് പറയില്ല.
ഇങ്ങനൊരു വിഭാഗമായിട്ട് നമ്മൾ മാറി, വെറും ജുഹാലും ഫുസ്സാഖുമായിട്ട് മാറി. നിസ്കരിക്കണമെന്നില്ല, മാസം കണ്ട ഒരു ദിക്റുണ്ട്, അത് ഞാൻ ചൊല്ലിയിട്ടില്ല ഉസ്താദേ, അതില്ല. വെള്ളത്തൂടി കണ്ട കുഴപ്പമുണ്ടെന്ന് ഒരൊറ്റ ഹദീസിലും ഇല്ല. പട്ടന്റെ ഉള്ളിൽ കൂടി കാണാൻ പാടില്ല എന്ന് അള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ അങ്ങനെ പെരുപ്പിച്ചു കൊണ്ടിരിക്കുക. ഒക്കെ ഏത് കാര്യം ഇപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളവിടെ ഒരു പള്ളാണാൻ പോക്കുണ്ട്, ഇവിടെ ഉണ്ട് ഉണ്ടോ? എന്നിട്ട് എന്താ നടക്കാറ്? ഞങ്ങള് ഈ പോണൊരൊറ്റ പെണ്ണുങ്ങളും പള്ളാണൂല. പിന്നെ ഓരോരുത്തരെ പള്ള ആ പെണ്ണിന്റെ പള്ളമാതിരി തിന്നു വീർന്നു. ഈ പോണൊരൊറ്റ പെണ്ണുങ്ങളും പള്ളാണൂല. പിന്നെ നടക്കണ എന്താ വെച്ചാല് ഈ പോണ മുഴുവൻ പെണ്ണുങ്ങളും ആ പെണ്ണിന്റെ മാതിരി 9 തേഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ചെറിയ ഗുരു വന്ധ്യമാതിരിയാണ്. അതിങ്ങനെ കണ്ടിട്ട് ഇവരെല്ലാരും തിന്നുകാണ്ട് പള്ള വീർപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. എന്നിട്ട് അതിന് പള്ളാണെന്ന് പേരിട. ഇതെന്നാ നല്ലൊരു അസലെന്ന് തുടങ്ങിയതാണ്. ഇതിന്റെ അസലെന്താ അറിയങ്ങള്? പഴയ കാലത്ത് ഗർഭിണികൾ അന്ന് പേറ് കീറല്ല, അന്ന് പേറ് അവിടെ പൊരയിൽ തന്നെയാണ്. ഇന്ന് പേറ് പൊരയിലുണ്ടോ? ഇല്ലല്ലോ. മര്യാദക്ക് ഒരു കുട്ടിനെ വരാൻ സമ്മതിക്കണമെങ്കിൽ അന്ന് കീറിയിട്ട് പൊളിച്ചു കൊണ്ടുവരികയാണ്. ദുനിയാവുക്ക് ഒരാൾ വരിക, കുത്തി കീറി കുത്തറാത്തിപ്പോ നടത്തി പൊളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയല്ല കുട്ടി നേരെ ഇങ്ങോട്ട് വരണ്ടേ. അപ്പൊ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരില്ല. നമ്മൾ മൂത്രയിക്കാൻ മുട്ടിയ ഡോക്ടറെ പോല വെള്ളം ഇങ്ങോട്ട് കുടിക്കാം, എന്നിട്ട് ബുക്ക് ചെയ്യാം. വെള്ളം കുടിച്ചു കിട്ടോ എപ്പോഴാ മൂത്രം വരാന്നറിയില്ല, ആണ്ട് വരാ. വെള്ളം കുടിച്ചാൽ മൂത്രം വരൂലേ എന്ന് പറഞ്ഞാല് കുട്ടി ഗർഭമുണ്ടായ കുട്ടി പുറത്തേക്ക് വരൂലേ? ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാ. നിന്റെ പെണ്ണുങ്ങളെ കൊണ്ടുണ്ടോ നിങ്ങൾ നോക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ പോവാ. പക്ഷെ ഇത് ഒരു വലിയ രോഗമായിട്ട് നമ്മളാണ് കണക്കൂട്ടി. അപ്പൊ അള്ളാഹു തആല ഒരു മുസീബത്ത് വെച്ച് ഒക്കെ ആശുപത്രിയിൽ ആക്കി. എന്നാ മുമ്പ് അങ്ങനെയല്ല. മുമ്പ് കുറെ തള്ളാര് 8-9 ഒരു 9-ാം മാസത്തിലൊക്കെയാണ് പോകും. അതിനാണ് പള്ളാണല്ല എന്ന് പറഞ്ഞത്. എന്താണെന്നറിയോ? ആ കറുത്ത തുണി, വെള്ള കുപ്പായം, വെള്ള മൊക്കന, ഒരു 100 മണിന്റെ തസ്ബീഹ് ചിറ്റിയിട്ട് കുറച്ച് തള്ളാര് പോകും. ഇത് ഓരോന്നും 10ഉം 12ഉം പ്രസവിച്ചാണ് പോണത്. എന്നിട്ട് ഓളെടുത്താണ് പോയിരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ചിത്രം തന്നെ ഇല്ല. തള്ളാര് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ആ കറുത്ത തുണി വെള്ള കുപ്പായൊക്കെ പോയിക്കണം. ഇപ്പൊ തള്ളാരും ചുരിദാറിടാണ്. ഇടാനൊന്നും വയ്യ. പേരക്കുട്ടികൾ ബാക്കെ പോയിട്ട് പൊന്തിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് എല്ലാ ഇടുക്കിലും കുമ്മായിട്ട് അടക്കാണ് പൗഡർ ഇട്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുക, തള്ള തൊള്ളയില് പല്ലൊന്നുമില്ല, നമ്മളെ റബ്ബർ ബന്ധ് കീറിയ മാതിരി. എന്നാലും ഇങ്ങനെ കുറെ ഈ പള്ളാണല്ലി തള്ളാരും പോവില്ല, ഒക്കെ ചുറുചുറുക്കുള്ള പെൺകുട്ടികള്. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് പഴയ കാലത്ത് ഈ തള്ളാരൊക്കെ കൂടി പോയിട്ട് എന്താ ചെയ്തിരുന്ന കാര്യങ്ങള്? ആ പെണ്ണിന്റെ ചുറ്റോറാണ്ട് കൂടും. എന്നിട്ട് ഒരു ഉമ്മ വേറെ അങ്ങോട്ട് ഒയ്യും. മോളെ, ഞാൻ 12 പ്രസവിച്ചതാ, ഇനി പൂതില്ലായിട്ടല്ല നടക്കായിട്ടാണ്. അതുകൊണ്ട് എന്റെ കുട്ടി ഒരു ബേജാർ. എന്താണ് ആ പ്രസവത്തിന്റെ 13ാമത്തെ പ്രസവമൊക്കെ എന്താ സുഖം എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് തോന്നും ഇപ്പൊ തന്നെ പ്രസവിച്ചാലോ തോന്നും. അപ്പൊ രണ്ടാമത്തെ തള്ളാരും അവരെ ഭാഷയിൽ എനിക്ക് 11 ഉണ്ടായി, എന്തോ ആ പ്രസവം എനിക്ക് സ്വർഗത്തിന്റെ മണം അങ്ങനെ പിടിക്കാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ തന്നെ അങ്ങനെ പ്രസവിച്ചാലോ. ഇവര് 10-11 തള്ളാരെങ്ങനെ ഉള്ള അവിടെ ഒരു മിക്സറോ അല്ലെങ്കിൽ കട്ടൻ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ച് അവളെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോരുമ്പോഴത്തേന് ഓൾക്ക് ഒരു ടെൻഷനും പിന്നെ ഉണ്ടാവില്ല. ഓൾ ഇങ്ങനെ പ്രസവത്തിന്റെ സമയം ഇങ്ങനെ കാത്തിക്കാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പോണ ചെറുപ്പക്കാരെയൊക്കെ കൂടി അവിടെ വട്ടാൾ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ വേറുമ്പോ നോക്കും. ആ നോട്ടം കണ്ടാൽ തന്നെ പേടിയോ. നോട്ട് ബത്തക്കമ്മ മേടനായിരുന്നു ഇങ്ങനെ മേടും. ഇതൊരു ഒച്ച ഉണ്ടല്ലോ. പിന്നെ പൊന്തിക്കണ വേറുമ്പോ മേടി ഒച്ച ഉണ്ടാവൂലേ? ഇവളെ പേടിപ്പിക്കുക. അപ്പൊ മറ്റാള് എന്റെ വേറെ കുറച്ച് മുമ്പൊക്കെയാണ് വേജാറായുണ്ട്. അപ്പോക്കെന്റെ ഓൾക്കും കുറച്ച് മുമ്പൊക്കെ ഇനി കുട്ടി മരിച്ചിനല്ലോ. എന്റെ മരിക്കൊന്നും ചേട്ടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ വീടില് ഈ വേറെ മുമ്പൊക്കാന്ന്. പിന്നെ ഗർഭം എന്ന് പറഞ്ഞാൽ പിന്നിക്കല്ലല്ലോ, മുമ്പ്. അതിങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ എന്തൊക്കെ പറയും. ഇവരാണ്ട് പോയാൽ പിന്നെ പെൺകുട്ടി കാണാൻ ഉറക്കം കിട്ടണില്ല, കിടത്തം കിട്ടണില്ല, തിന്നിട്ട് പോണില്ല. അപ്പൊ കാണാൻ അമ്മോശനെ വലിയൊരു നൂലും കെട്ടെടുത്തിട്ട് പള്ളിയൊക്കെ എന്നിട്ട് ഉസ്താദിന്റെ റൂമിൽ മുട്ടണു. ഉസ്താവ് ഉറങ്ങാം, ഒന്ന് മന്ദിച്ചൊരു മരോള് ഉറങ്ങണില്ല. എന്താ കാരണം? ആ പള്ളാണൽ ഉണ്ടാക്കിയതാണ്, വേറെ ഒന്നല്ല. ഇങ്ങനെ അങ്ങോട്ടായി നമ്മളെല്ലാ സംസ്കാരം ഇതിന്റെ അസല് ശുദ്ധിയിലേക്ക് മടങ്ങിയാൽ ഈ സമൂഹം നന്നാവും. പള്ളാണൽ ഉണ്ടാക്കണ്ടെന്നല്ല ഞാൻ പറയുന്നു. അതിന്റെ ഒരു അസല് പരിശുദ്ധി ഉണ്ട്, അതിലേക്ക് മടങ്ങണം. ഏത് കാര്യങ്ങളും അങ്ങനെയാ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഈ മുഹറം അത് തന്നെ 10 എന്നതൊരു വലിയ പരിവർത്തനത്തിന്റെ തിരികൊളി വേണ്ട രാത്രി തന്നെ. ഞാൻ വളരെ ചുരുക്കുകയാണ്. എന്നോടും നിങ്ങളോടും അവസാനമായും പ്രധാനമായും പിരിയുന്ന വസിയത്തായും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രധാനമായൊരു കാര്യം കൂടിയുണ്ട്. ഇത് വിചാരണയുടെ മാസമാണ്. മോനെ, നമ്മുടെ ശരീരം ഒരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രമാകുന്ന ശരീരത്തെ ഭരിക്കുന്നത് ആത്മാവാകുന്ന മന്ത്രിയാണ്, റൂഹാകുന്ന മന്ത്രിയാണ്. റൂഹാകുന്ന
ശരീരത്തെ കുട്ടിച്ചോറാവാൻ വേണ്ടി അതാ നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചെങ്ങാനും നമ്മുടെ കൽബിലേക്ക് അങ്ങ് കയറിയാൽ, സ്വതറിലേക്ക് അങ്ങ് കയറിയാൽ, ഈമാനാകുന്ന സ്വത്ത് മോഷ്ടിച്ചാൽ പിന്നെ ശരീരം മുടക്കല. അതുകൊണ്ട് ഈ മുഹറം എന്നത് നമ്മുടെ പുതുവത്സരമാണ്. നമ്മുടെ പുതുവത്സരം ജനുവരിയല്ല. ജനുവരിയിൽ നമ്മളും ബന്ധമില്ല. നമുക്ക് ദിവസം മാറുന്നത് പൊന്നുപോലെ 12 മണിക്കല്ല, മഗ്‌രിബോടുകൂടിയാണ്. നമ്മുടെ പുതുവത്സരം മുഹറമാണ്. ആഘോഷം പടക്കം പൊട്ടിക്കലല്ല, നോമ്പ് നോൽക്കലാണ്. അതേ, ഇസ്ലാമിൽ ആഘോഷങ്ങളൊക്കെയും പലതും നോമ്പ് നോൽക്കലാണ്. പരിശുദ്ധമായ റമളാൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ആഘോഷം പട്ടിണിയാണ്. അറഫയിൽ വല്ലാത്ത സന്തോഷമാണ്. കാരണം കോടികൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന ദിവസമാണ്. ആഘോഷം പട്ടിണിയാണ്. മുഹറമിന്റെയും സന്തോഷം പട്ടിണി കിടന്നിട്ടാണ്. കാരണം മുസ്ലിമീങ്ങൾക്ക് ആഡംബരത്തോടെ ആനന്ദത്തോടെ കുടിച്ചും രമിച്ചും സുഖിച്ചും ചിരിച്ചും കളിച്ചും ആർഭാടം നടത്തിയോ ആഘോഷിക്കാനുള്ള അവസരമില്ല. നമ്മുടെ ആഘോഷത്തിൽ പൂർണ്ണമായും ഭൂരിഭാഗവും പട്ടിണിയിലാണ്. എന്താണ് മോനെ, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളും ചിരിക്കാൻ വകയുള്ളതല്ല, ഭക്ഷണം കഴിക്കാൻ വകയുള്ളതല്ല. നമ്മുടെ നേരെ മുമ്പിലുള്ളത് മരണമാണ്. ചിരിക്കാന് പറ്റുമോ? പിന്നെയുള്ളത് ഖബറാണ്. ചിരിക്കാന് പറ്റുമോ? പിന്നെയുള്ളത് ഊട്ടാനതോടെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരവാണ്. നേരെ സൂര്യന്റെ ചുവട്ടിലങ്ങ് പോയി നിൽക്കലാണ്. ഒരു നൂല് കൊണ്ടുപോലും നാണം മറക്കാതെ, പാദരക്ഷ ധരിക്കാതെ, തലയിൽ മുടിയില്ല, ഓമയില്ല. അവിടെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്ന ഖലീലുല്ലാഹി ഇബ്രാഹീം. അപ്പോൾ ചില ചെറുപ്പക്കാർക്ക് തോന്നും മുഹമ്മദ് നബിയോ? അതിന് മോനെ, മുഹമ്മദ് നബിയുടെ വസ്ത്രം ഊരുന്നില്ല, സദാ വസ്ത്രത്തിൽ തന്നെ. അല്ലാഹുവിന്റെ റസൂൽ വിചാരണയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ദിവസമാണ്. സ്വഹാബാക്കളതാ ഇരുന്നങ്ങ് പ്രവർത്തിച്ച കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കരയുകയാണ്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പാതിരാവിന്റെ ഉള്ളറയിൽ എണീക്കുകയാണ്. എന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്, സംസാരിക്കുകയാണ്. ആ സമയത്ത് ഇടക്കിടക്ക് ചാട്ടവാറെടുത്തുകൊണ്ട് തന്റെ ശരീരത്തെ അടിക്കുകയാണ്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ ചാട്ടവാറെടുത്തുകൊണ്ട് ശരീരത്തെ അടിക്കുന്നതെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പഴയകാലം ഓർത്ത് സങ്കടത്തോട് ശരീരത്തോടുള്ള ദേഷ്യം തീർക്കാൻ അടിക്കുക തന്നെ. ആ സമയത്ത് കവിളിലൂടെ ഒഴുകുന്ന ബാഷ്പവങ്ങനെ കുപ്പായം വരഞ്ഞ് താഴോട്ടൊഴുകുകയാണ്. ഖത്താബിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആളുകളതാ ശരീരത്തിൽ അടികിട്ടിയ പാട് കാണുന്നു. മോനെ, 20ഓളം പ്രാവശ്യം നിരന്തരമായി നിങ്ങളുടെ നാട്ടിലേക്ക് ദുആക്ക് വേണ്ടി വന്നിരുന്ന ശൈഖ് മശായിഖിന ഉസ്താദ് ജീവിതകാലത്ത് സ്വന്തമായി ഖബർ കുടിച്ചിരുന്നു. സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് അതാ ആനക്കരയിലെത്തിയാൽ ആ താടി നീണ്ട വക്കാറുള്ള ഹൈബത്തുള്ള സുഹൃത്തുള്ള തസവുഫുള്ള ഫിഖഹിന്റെ പാണ്ഡിത്യമുള്ള പണ്ഡിതനുകള് ആ ഖബറിലേക്ക് നോക്കി കരയുകയാ. അതിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് എത്രയോ തവണ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മ തീർത്തിരിക്കുകയാണ്. അതിൽ തന്നെയാണ് കോഴിക്കോട്ട് ഉസ്താദ് കിടക്കുന്നത്. അല്ലാഹുവേ, ഉസ്താദിന് ദറജ കൊടുക്കണേ തമ്പുരാനെ. പൊന്നുമോനെ, ഏതൊരു നാമധേയത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്.
സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് ചെയ്തുകൊണ്ട് താജ്ജുദിന് വേണ്ടി എണീറ്റുകൊണ്ട് മണിക്കൂറുകളോളം സുജൂദിൽ കിടന്നുകൊണ്ട് ശൈഖുന ഭക്തനിർഭരനായി പ്രാർത്ഥിച്ചുകൊണ്ട് പാതിരാവിന്റെ ഉള്ളറയിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാളത്തെ ലോകം ഓർത്തതാ, അവര് ഫിത്നയുടെ ആളുകളല്ല, ആളോ ഭിന്നിപ്പിന്റെ വക്താക്കളല്ല, കക്ഷിത്വത്തിന്റെ വക്താക്കളല്ല. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാ. കൂട്ടുകാരിൽ കണ്ട് സങ്കടപ്പെടുകയാ. എന്തിനാണ് ശൈഖുനാ കരഞ്ഞത്? അല്ലാഹുവിന്റെ കോടതി ഓർത്തിട്ടാണ് മുഅ്മിനേ. മഹാനായ മമ്പുറമുറങ്ങൾ പാതിരാവിന്റെ ഉള്ളറയിൽ എണീറ്റുകൊണ്ട് കരയുകയാണ്. എന്തിനാണ് മമ്പുറങ്ങൾ കരഞ്ഞത്? അല്ലാഹുവിന്റെ കോടതി ഓർത്തിട്ടാണ്. ഉമ്മമാരെ, നമുക്കും പോകാനുള്ളതല്ലേ? അതുകൊണ്ടില്ല ചെറുപ്പക്കാരെ, ആരോഗ്യമുള്ളത് കൊണ്ട് അഹങ്കാരിയാകണ്ട. ഇന്ന് നീ ആരോഗ്യവാനായി വയോമളനാണെങ്കിൽ നാളെ നീ പടുവൃദ്ധനാണ്. ഇന്ന് നീ മണിയറയിലെങ്കിൽ നാളെ നീ മണ്ണറയിലാണ്. തലമാടിത്തും കൊണ്ട് അഹങ്കാരം വേണ്ട. ആകാശത്തിന്റെ അമ്പൊലിക്ക് മുത്തം കൊടുപ്പൂർന്ന് നിൽക്കുന്ന പർവ്വത സമാനമുള്ള കൊട്ടാര വീട്ടിലാണ് നമ്മൾ അന്തി ഉറങ്ങുന്നതെങ്കിലോ നാളെ പോയി കിടക്കുന്നത് കൊട്ടാരമല്ല. 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട മൂർഖകൽപ്പം പഞ്ഞുമായി ഇരുത്തുകൊണ്ട് പെയ്തിട്ട് തലമുറയായ മണ്ണറയിൽ പോയി കിടക്കേണ്ട മുമ്പിന് ഈ രാത്രിയിൽ നമ്മുടെ മനസ്സാന്തരങ്ങളില് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുളങ്ങട്ടെ. അല്ലാഹു അവസരം നൽകട്ടെ. അതുകൊണ്ട് ഈ മാസത്തിൽ മാത്രം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചാണ്. എന്റെ ഉമ്മ ഉള്ള സമയത്ത് ഞാൻ വാള് കഴിഞ്ഞുമ്പോ വണ്ടിയിൽ നിന്ന് നല്ല ഉറങ്ങണ ആളാണ്. തലേണൊക്കെ വെച്ചിട്ട് ബെഡ് ഇട്ടിട്ട് കിടന്നുറങ്ങണ ആളാണ്. ഉമ്മ അപ്പാത്തതിന് ശേഷം ബെഡ് ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഞാൻ ഉമ്മ ഉള്ളപ്പോ എനിക്ക് ധൈര്യമാണ്. ഉമ്മ ഉണ്ടാവും എനിക്ക് ദ്വാരക്കാൻ. എന്റെ ആരോഗ്യത്തിന് കാവലിരുന്നിരുന്ന ആളാണ് എന്റെ ഉമ്മ. അല്ലാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു തആല ഖബർ വിശാലായി കൊടുക്കട്ടെ. ബിൻ നബി